ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഭാഗമായുള്ള ജലഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. പ്രേക്ഷകർ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. എങ്ങും ആവേശത്തിന്റെ തുടിയെറിഞ്ഞുകൊണ്ട് പള്ളിയോടങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച. A-B വിഭാഗങ്ങളിലായി 52 പള്ളിയോടങ്ങൾ ഇത്തവണ മത്സര വള്ളംകളിക്ക് മാറ്റുരയ്ക്കാൻ പോകുന്നു. അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജീഷ്, മനോഹരമായ ദൃശ്യങ്ങളാണ് എന്നുള്ളതൊരു പ്രത്യേകത. വലിയൊരു ആചാര പെരുമ ഈ ഉത്രട്ടാതി വള്ളം കളിക്കുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. നേരത്തെ ശ്രീകുമാരൻ അത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കാണികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ സാധാരണയായി അവർ കാണുന്ന കാഴ്ചയാണെങ്കിൽ കൂടിയും ഓരോ വള്ളം കളിയും ഈ ഓരോ ജലമേളയും ഒരു പുതിയ അനുഭവമാണ്, പുതിയ കാഴ്ചയാണ്. എത്രത്തോളം ആവേശമുണ്ട് അജീഷ് ജയകുമാർ? ഒപ്പം തന്നെ ഈ മത്സരങ്ങൾ, ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കുന്ന ആ ഘട്ടം, അത് എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നതാണ്. ഒരു മത്സര സ്വഭാവം അതിനുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങൾ പ്രേക്ഷകർക്കായി വിശദീകരിക്കാം അജീഷ് ജയകുമാർ. റീജിത്ത്, ഈ അതിവാശിയേറിയ മത്സരങ്ങളാണ് ഈ ഇത്തവണ നടക്കുന്നത്. അതായത് 50 പള്ളിയോടങ്ങളായിരിക്കും ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഹീൽസ് മത്സരങ്ങൾ, A ബാച്ച് മത്സരങ്ങൾ ആദ്യം തുടങ്ങും. അതിനുശേഷം B ബാച്ചിന്റെ മത്സരങ്ങൾ തുടങ്ങും. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ സമാനമായിട്ടുള്ള രീതിയിൽ, അതായത് ഏറ്റവും കുറവ് ഹീൽസ് മത്സരങ്ങളിൽ ഏറ്റവും കുറവ് സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന ആളുകൾ ഡയറക്റ്റ് ഫൈനലിലേക്ക്, അത്തരത്തിലാണ് ഇവിടെ ഈ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയക്രമമായി ബന്ധപ്പെട്ട്. അത്തരത്തിൽ സമയപ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വൈകിട്ട് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ മത്സരങ്ങളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പുതിയൊരു സമയക്രമ രീതി ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ശ്രീത്തെ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഈ നമ്മുടെ ഹീറ്റ്സ് മത്സരത്തിൽ ഏറ്റവും കുറവ് സമയം നല്ല രീതിയല്ല പിന്തുടരുന്നത്. ഇത്തവണ ഇത് പുതിയ രീതി പിന്തുടരുന്ന എന്ത് കാരണമാണ് ഉണ്ടായത്? അതായത് കഴിഞ്ഞ തവണ നമ്മൾ കാണുന്ന സമയത്ത് കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ജയിച്ച ഒരു മത്സരം പോലും അസാധുവാക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടിരുന്നു. അത് ചൂണ്ടുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അടുത്തേക്ക് വരുന്ന സമയത്ത് തൊട്ടപ്പുറത്തേക്ക് മറ്റു വള്ളത്തെ ഈ പങ്കായം വെച്ച് അപ്പുറത്തോട്ട് ചൂണ്ടിയിടുക എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അങ്ങനെയൊക്കെ പല ഘട്ടത്തിൽ പോലും ചൂണ്ടിയിടുന്ന ഒരു സംവിധാനം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി അയോഗ്യരാക്കപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അതിൽ ഇതര പടിഞ്ഞാറ് നിന്നുള്ള, അതായത് ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫിയുടെ ഭാഗമായിട്ടൊക്കെ നിന്ന തുടക്കാരൊക്കെ വന്ന് തുഴഞ്ഞ ഒരു സാഹചര്യം. അപ്പോൾ അതൊക്കെ ഇതിൽ അനുവദനീയമല്ല. അപ്പോൾ ഇത്തവണ നെഹ്റു ട്രോഫിയുടെ മാതൃകയിൽ തന്നെ ഏതാണ്ട് കൃത്യമായ രീതിയിൽ അതൊരു ക്രമം വേണമെന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നു. അത് പള്ളിയോട സേവാ സംഘവും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ കൂടി തീരുമാനിച്ചാണ്. കൃത്യം സമയക്രമം അത് ഇത്ര നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നു എന്നത് കൃത്യമായി അറിയണം. അതിനു വേണ്ടിയുള്ള ജഡ്ജസിനെ, നമ്മളിപ്പോൾ നേരത്തെ കണ്ട ജഡ്ജസ് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഏറ്റവും ഹീറ്റ്സ് മത്സരങ്ങൾ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന 4 ടീമുകൾ ഡയറക്റ്റ് ഫൈനലിലേക്ക്, തീർച്ചയായും അത് തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഇത് മറ്റ് ഒരു പ്രൊഫഷണൽ രീതിയിലൊന്നും തന്നെ ഒരു ഘട്ടത്തിൽ പോലും ആറന്മുള വള്ളംകളിയെ അല്ലെങ്കിൽ ജലഘോഷയാത്ര അല്ലെങ്കിൽ വള്ളംകളി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഭൂരിപക്ഷവും ഉള്ളത് ഈ കരക്കാരാണ്, ഈ നാട്ടുകാർ മാത്രമാണ് തുടരുന്നത്. ആലപ്പുഴയിലൊക്കെ നെഹ്റു ട്രോഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിലെ പോലുള്ള അതിശക്തരായ ആളുകൾ, കേരള പോലീസിലെ കുട്ടനാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ മറ്റു ജോലികളൊന്നും ചെയ്യാതെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പരിപാടി തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഇവർക്ക് അതല്ല, ഇവർ മറ്റു പല ജോലികളും ചെയ്തു. ഇപ്പോൾ വിദേശത്ത് നിന്ന് വന്ന ആളുകളടക്കം ഈ പള്ളിയോടങ്ങളിലൊക്കെ കയറി ഇരുന്ന് തുഴയുന്ന ആളുകളുണ്ട്. അവർക്ക് അത്ര കണ്ട എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ അവർ പണ്ട് മുതലേ ശീലിച്ചു വന്നൊരു കാര്യമാണ്. പക്ഷേ അവർക്ക് കൃത്യമായ പ്രാക്ടീസ് ഇല്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതല്ല. ഇത്തവണ പ്രാക്ടീസോട് കൂടി തന്നെയാണ് ഇറങ്ങുന്നത്. അത് ഏതാണ്ട് ഒരു മാസം മുൻപ്, ഈ ഓണത്തിനോടൊക്കെ മുൻപ് തന്നെ തുടങ്ങിയ പ്രാക്ടീസ് വളരെ കൃത്യമായ രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഭക്ഷണക്രമത്തിൽ, അവരുടെ ജീവിതശൈലിയിൽ, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിലൊക്കെ തന്നെ അത്തരത്തിലൊരു പ്രാക്ടീസ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പള്ളിയോട സേവാ സംഘത്തിന് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മറ്റു അധികാരികളും നൽകിയ ഒരു മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ ഹീറ്റ് മത്സരങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുക എന്നതിൻ്റെ ഭാഗമാണ്. പക്ഷേ ആചാരം വിട്ടുകളയാൻ കഴിയില്ല, ഇവിടുത്തെ ആറന്മുളയുടെ പൈതൃകം വിട്ടുകളയാൻ കഴിയില്ല. അതിൻ്റെ ഭാഗമായി ഇതുപോലെ തന്നെ ഈ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ യൂണിഫോം എല്ലാവരുടെയും ഒന്നാണ്. തോർത്തും അതുപോലെ തന്നെ കസവും മുണ്ടും ഒക്കെ അണിഞ്ഞുകൊണ്ട് മുത്തുക്കുടകളും ചൂടി പഞ്ചിപ്പാട്ട് പാടിയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. അത് ഭഗവത് സ്തുതിയാണ്, ഹരിരാമ കീർത്തനമാണ്. എന്തായാലും അത് ആരംഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും പള്ളിയോടങ്ങൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ കൂടി ഉത്സവമാണ്. ഇപ്പൊ നേരത്തെ ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു, ഈ 52 പള്ളിയോടങ്ങളുണ്ട്, പക്ഷേ മത്സരവള്ളം കളിയിൽ 49 പള്ളിയോടങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കാൻ പോകുന്നത്. അതെന്താണ് എന്നത് സംബന്ധിച്ചൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഒരു പ്രേക്ഷകൻ. അജീഷ്, ക്രിസ്ത്യനാമായിരുന്നു.
അദ്ദേഹം കോഴഞ്ചേരിയിലെ ഒരു കരയിൽ ഒരു മേഖലയിൽ ഇതിനടുത്ത് താമസിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ജാതി മത ഭേദമന്യേ മനുഷ്യർ റീച്ച് ഈ 40 അതായത് 51 പള്ളിയോടങ്ങളാണ് ഈ ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. നേരത്തെ 52 പേര് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ 49 പേര് മാത്രമാണ് ഇത്തവണത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ഒരു വിശദീകരണം, അതായത് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചതയ ദിനാഘോഷത്തിൽ ഒരു വള്ളംകളി മത്സരം ഉണ്ടായിരുന്നു. അതിൽ മുതുവഴി പള്ളിയോടത്തിന്റെ ഒരു തുഴച്ചിലുകാരൻ വീണ് അപകടത്തിൽപ്പെട്ട് മരിച്ചു. അതോടെ ആ പള്ളിയോടം ഇത്തവണത്തെ ജലഘോഷയാത്ര അല്ലെങ്കിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. കൂടാതെ ഈ കഴിഞ്ഞ വർഷം ഈ മത്സരിച്ച 2 ടീമുകളിൽ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കരയിലുള്ളവരെ മാത്രമേ ഈ തുഴച്ചിലുകാരായി പങ്കെടുപ്പിക്കാൻ പാടുകയുള്ളൂ. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ മറ്റു പലയിടങ്ങളിൽ നിന്നും ചില ആളുകളെ